ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകളോട് മിനിയാന്ന് വൈകുന്നേരം സംസാരിച്ചു. പുതിയ ഗവൺമെന്റ് ഡൽഹിയിൽ അധികാരത്തിലേറുന്ന അന്ന് കേരളത്തിൽ നിന്ന് പണ്ഡിതന്മാരെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കത്ത് വന്നിരുന്നു. സത്യപ്രതിജ്ഞ ചടങ്ങിൽ നിർബന്ധമായിട്ടും സംബന്ധിക്കണം എന്ന്. പക്ഷേ നമുക്കറിയാമല്ലോ, എലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് വന്നു. ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്യാൻ വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വളരെ മുൻകൂട്ടി അറിയിപ്പ് നൽകാൻ ഏതായാലും സാധിക്കുകയില്ല. അതുകൊണ്ട് അറിയിപ്പ് കിട്ടിയത് തലേന്നാണ്. അതിന്റെ ഒറിജിനൽ കോപ്പി ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഓഫീസിലേക്ക് വരുന്നത് സത്യപ്രതിജ്ഞയുടെ അന്നാണ്. പക്ഷേ ഉസ്താദ് ഒരു മാസത്തോളം നീണ്ട യാത്രയിലായതിനാൽ ഉസ്താദിന് അന്ന് ഒരിക്കലും ആ സത്യപ്രതിജ്ഞാ ചടങ്ങിന് പോകാൻ അവസരം ഉണ്ടായിട്ടില്ല. സാധിക്കാത്തതുകൊണ്ട് കത്തിന് മറുപടി അയച്ചു. ഇങ്ങനെ ഒരു മാസം നീളുന്ന യാത്രയിലായതുകൊണ്ട് ഇന്ന് തിരിച്ചെത്തിയിട്ടേ ഉള്ളൂ എന്ന കാരണത്താൽ വരാൻ പ്രയാസമുണ്ട് എന്നാണ് മറുപടി അയച്ചത്. അതേസമയം ആ കത്തിലും ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയുണ്ടായി. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ വെച്ച് നിയുക്ത എംപിമാരെ അഭിസംബോധന ചെയ്തപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ ഞങ്ങൾക്കൊക്കെ വല്ലാതെ പ്രതീക്ഷ നൽകുന്നുണ്ട്. ന്യൂനപക്ഷത്തിന്റെ കൂടി അംഗീകാരവും സപ്പോർട്ടും നേടിയെടുക്കുന്ന രീതിയിലാകണമെന്നും അവരെ അടുപ്പിക്കുന്ന രീതിയിലാകണം, അകറ്റുന്ന സമീപനം അല്ല മേലിൽ ഉണ്ടാകേണ്ടത് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അല്ലാഹു തആല ആ നയം നടപ്പാക്കാൻ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും ഗവൺമെന്റിനും തൗഫീഖ് നൽകുമാറാവട്ടെ.